ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓണം എക്സാം സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് +2 പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ 7 ചാപ്റ്റേഴ്സ് ആണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് എക്സാമിനുള്ളത്. സോ ആ 7 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് 1 വേർഡ് ചോദ്യങ്ങളുണ്ട്, എസ്എ ലെവലുണ്ട്, ഷോർട്ട് എസ്എ ലെവലും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഒരു കുട്ടിയുടെ റിക്വസ്റ്റ് പ്രകാരമാണ് മലയാളത്തിൽ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. എന്താ പറയുക, ഞാൻ ഇംഗ്ലീഷ് ടേംസ് കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ അപ്പോൾ 2 കൂട്ടർക്കും യൂസ്ഫുൾ ആവുമല്ലോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു 1 വേർഡാണ് വിധിയുമായുള്ള കൂടിക്കാഴ്ച. ഞാൻ അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വിധിയുമായുള്ള കൂടിക്കാഴ്ച അഥവാ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്നത് ആരുടെ സ്പീച്ചായിരുന്നു, പ്രസംഗമായിരുന്നു എന്ന് ചോദിക്കാറുണ്ട്. അത് ആരുടെയാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെതായിരുന്നു. നെഹ്റുവിൻ്റെയാണ് വിധിയുമായുള്ള കൂടിക്കാഴ്ച അഥവാ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്ന ആ ഒരു സ്പീച്ച്. 1 വേർഡാണ്, അത് പഠിച്ചു വെച്ചേക്കാം. ദെൻ നമുക്കറിയാം ആ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് വരുന്നതാണ് നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ ഇന്ത്യയിലെ ദേശീയ നേതാക്കന്മാർ നേരിട്ടിരുന്ന ആ ഒരു ടൈമിൽ നേരിട്ടിരുന്ന 3 പ്രധാന വെല്ലുവിളികൾ, 3 ചലഞ്ചസ് ഏതൊക്കെയാണ്? ഓക്കെ, അത് 3 പോയിൻ്റാണ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തെ വെല്ലുവിളിയായിരുന്നു ഒരു രാഷ്ട്രം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്, ഷേപ്പ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ രണ്ടാമതാണ് അവിടെ ഒരു ജനാധിപത്യം കൊണ്ടുവരിക എന്നുള്ളത്. മൂന്നാമത്തെയാണ് സമൂഹത്തിൽ എല്ലാവർക്കും ക്ഷേമം ഉറപ്പുവരുത്തുക എന്നുള്ളത്. അപ്പോൾ ഈ 3 ചലഞ്ചസും 3 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം, 3 വെല്ലുവിളികൾ. ഓക്കെ, അടുത്ത് ഒരിക്കലും നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും ഈ ഒരു ചോദ്യം പഠിക്കാണ്ട് പോകരുത്. വിഭജനവും അതിൻ്റെ പ്രത്യാഘാതങ്ങളും. ഓക്കെ, പാർട്ടീഷൻ ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്. ഓക്കെ, എസ്എ ലെവലാണ്, എസ്എക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, 8 മാർക്കാണ്. അപ്പോൾ അത് നിങ്ങൾ മിസ്സാക്കരുത്, വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ വിഭജനം എന്തായിരുന്നു, അതെങ്ങനെ, എന്തുകൊണ്ട് വന്നു, ഓക്കെ, എങ്ങനെയായിരുന്നു വിഭജിച്ചിട്ടുണ്ടായിരുന്നത്? ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടാണല്ലോ വിഭജനം നടന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം. പിന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ. അപ്പോൾ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ്ലി 8 മാർക്ക് ലെവലിൽ പഠിച്ചിട്ട് തന്നെ പോകണം. അതാരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, അടുത്ത ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു 1 വേർഡാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ അഥവാ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഞാൻ എഴുതിയിട്ടില്ലടാ, അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അയൺ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഒരു 1 വേർഡാണ്. ഓക്കെ, ദെൻ അടുത്ത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ കുറേ നാട്ടുരാജ്യങ്ങളായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത് അല്ലേ. ഒറ്റ രാജ്യമല്ല, കുറേ പല രാജ്യങ്ങളായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ കുറേ പേര് ഇന്ത്യൻ യൂണിയനിലോട്ടൊക്കെ ചേർന്നു. പക്ഷെ കുറച്ച് പേര് എന്ത് ചെയ്തു, ഇന്ത്യയിലോട്ട് ചേരുന്നില്ല, സ്വതന്ത്രമായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു നമ്മുടെ ഹൈദരാബാദ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഹൈദരാബാദ് പിന്നെ എങ്ങനെയാണ് ഇന്ത്യൻ യൂണിയനിലോടൊപ്പം ചേർത്തത് എന്നുള്ള ലെവലിൽ ഒരു ഷോർട്ടസ്റ്റ് ലെവലിൽ ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഹൈദരാബാദിൻ്റെ സമന്വയം, ഇൻ്റഗ്രേഷൻ ഓഫ് ഹൈദരാബാദിനെ എങ്ങനെയാണ് ഇന്ത്യയിലോട്ട് ചേർത്തത് എന്നുള്ളതിന് ലെവലിൽ ചോദിക്കാറുണ്ട്. അവിടെ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈദരാബാദിൻ്റെ റൂളറാണ്, ഭരണാധികാരിയാണ് നൈസാം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ നൈസാം സൈൻ ചെയ്ത ഒരു ഉടമ്പടിയായിരുന്നു സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പേര് അവിടെ വരണം. പിന്നെ അതുപോലെ തന്നെ നൈസാമിൻ്റെ ഒരു മിലിറ്ററി ഫോഴ്സ് ഉണ്ടായിരുന്നു, സൈന്യം ഉണ്ടായിരുന്നു. അതാണ് രാസഗാർ എന്ന് പറയുന്നത് അല്ലേ, രാസഗാർ എന്ന് പറയുന്നത്. അപ്പോൾ ആ പോയിൻ്റൊക്കെ അവിടെ വരണം ഹൈദരാബാദ് പറയുന്ന സമയത്ത്. ഓക്കെ, അത് 4-5 മാർക്കിന് ചോദിക്കാറുണ്ട്. അടുത്ത് ഒരു 1 വേർഡ് വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം ഏതാണ്, ഇലക്ഷൻ നടന്ന സംസ്ഥാനം ഏതാണ്? അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിൻ്റെ ബേസിസിലാണ് അവിടെ ഇലക്ഷൻ നടന്നതെന്ന് പറയുന്നത്. എവിടെയാണ്? മണിപ്പൂരിലാണ് കേട്ടോ. മണിപ്പൂരിലാണ് നമ്മുടെ ആദ്യത്തെ ഇലക്ഷൻ നടക്കുന്നത്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുമ്പോൾ എന്താണ്? 18 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും വോട്ട് ചെയ്യാമെന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ ഇലക്ഷൻ. നമ്മുടെ മണിപ്പൂരിൻ്റെ ഭരണാധികാരിയാണ് മഹാരാജ ബോധചന്ദ്ര സിംഗ്. അപ്പോൾ അതുകൂടി 1 വേർഡിന് വേണ്ടിയിട്ട് ഓർത്തുകൊള്ളാം. ഇനി നമുക്ക് രണ്ടാമത്തെ പാഠത്തിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ് 1952 നമ്മുടെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതകൾ എന്തായിരുന്നു എന്നുള്ള ലെവലിൽ ഒരു 5 മാർക്ക് ലെവലിലൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ ചോദിക്കാം. ഓക്കെ, 1952 ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിട്ട് പോകണം. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു 1 വേർഡാണ് ഇലക്ഷൻ കമ്മീഷൻ. നമുക്കറിയാം 1950 രൂപീകരിക്കപ്പെട്ടു ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ ഇന്ത്യയിൽ. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ ആദ്യത്തെ മുഖ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരായിരുന്നു എന്നുള്ള ലെവലിൽ ചോദിക്കാറുണ്ട്. സുകുമാർ സെന്നാണ് കേട്ടോ. സുകുമാർ സെന്നാണ് ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ. അപ്പോൾ അത് 1 വേർഡിന് പഠിച്ചു വയ്ക്കുക. പിന്നെ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, ഒരു 4 മാർക്ക് ലെവലിൽ ചോദിക്കാം, അല്ലെങ്കിൽ 5 മാർക്കിന് ആ ഒരു റേഞ്ചിലാണ് ചോദിക്കുക. ആദ്യം 3 ഇലക്ഷനുകളിലെ കോൺഗ്രസിൻ്റെ ആധിപത്യത്തിനുള്ള കാരണം നമുക്കറിയാം. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നടന്ന ആദ്യത്തെ 3 പൊതു തിരഞ്ഞെടുപ്പുകളിലും ജനറൽ ഇലക്ഷൻസിലും കോൺഗ്രസ് പാർട്ടിയാണ് എന്ത് ചെയ്തത്? വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച് വന്നത്.
കോൺഗ്രസ് പാർട്ടി ആദ്യത്തെ 3 ഇലക്ഷനിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ഒത്തിരി വോട്ട് കിട്ടി നമ്മുടെ കോൺഗ്രസ് പാർട്ടി വന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് കാരണങ്ങൾ കുറച്ച് പോയിൻ്റായിട്ടൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അത് എല്ലാ തവണയും ചോദിക്കുന്നതാണ്, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ആ ഒരു ചോദ്യം മസ്റ്റായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളത് തന്നെയാണ്. ദെൻ അടുത്ത് ആ ഒരു ചാപ്റ്ററിൻ്റെ അവസാനം 4 പാർട്ടികളെ പറ്റി നമ്മൾ പഠിക്കുന്നില്ലേ? ഏതൊക്കെയായിരുന്നു? നമ്മുടെ സോഷ്യലിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ഭാരതീയ ജനസംഘ്, സ്വതന്ത്ര പാർട്ടി അല്ലേ? ഈ 4 പാർട്ടികളുടെ പേരും അതുപോലെ തന്നെ ഈ പാർട്ടികൾ ഫോം ചെയ്തത് ആരൊക്കെയാണെന്നുള്ളത് ലീഡേഴ്സിൻ്റെ പേരുകൾ പഠിക്കുന്നില്ലേ അല്ലേ? ആ നേതാക്കന്മാർ അല്ലേ? അപ്പോൾ പാർട്ടികളും അവരുടെ നേതാക്കന്മാരെയും പറ്റി പഠിക്കുക. ഇത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മുടെ 1 വേർഡ് ലെവലിൽ ചോദിക്കുന്നുണ്ട്. മാച്ച് ദ ഫോളോവിങ് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനും അങ്ങനെ പല ലെവലിൽ അവർക്ക് ഇഷ്ടമുള്ള ലെവലിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന സംഭവമാണ്, പാർട്ടികളും നേതാക്കന്മാരും. അപ്പോൾ അത് വ്യക്തമായും കൃത്യമായും പഠിച്ചിട്ട് പോവുക. 4 പാർട്ടികളും അതിൻ്റെ നേതാക്കന്മാരും. ഇനി പാർട്ടികളിൽ തന്നെ സ്വതന്ത്ര പാർട്ടിയുടെ സവിശേഷതകൾ പ്രത്യേകിച്ച് എടുത്തൊരു 5 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വതന്ത്ര പാർട്ടിയുടെ സവിശേഷതകൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകണം വരുന്നത് സ്വതന്ത്ര പാർട്ടീനെ പറ്റിയിട്ട് കേട്ടോ. അതിൻ്റെ ഏറ്റവും ലാസ്റ്റാണ്, ആ പാഠത്തിൻ്റെ ലാസ്റ്റാണ് സ്വതന്ത്ര പാർട്ടി വരുന്നത്. അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പോകണം. ഓക്കെ, ദെൻ അടുത്ത 3ാമത്തെ പാഠം വരുമ്പോൾ ഒരിക്കലും മറക്കരുത് 1ാം പഞ്ചവത്സര പദ്ധതി, 2ാം പഞ്ചവത്സര പദ്ധതി. ഈ 2 പദ്ധതിയും ചോദിക്കാറുണ്ട്. ഓക്കെ, കമ്പയർ ചെയ്ത് എഴുതാനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഒരു 3-4 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും പഠിച്ചിട്ട് പോകണം. പിന്നെ എന്താ, 1ാം പഞ്ചവത്സര പദ്ധതി കൃഷിക്കായിരുന്നു പ്രാധാന്യം കൊടുത്തത്. 2ാമത്തേന്ന് പറയുമ്പോൾ വ്യവസായത്തിനായിരുന്നു അല്ലെ, ഇൻഡസ്ട്രിക്കായിരുന്നു പ്രാധാന്യം കൊടുത്തത്. പിന്നെ ഈ പഞ്ചവത്സര പദ്ധതികൾ 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നായിരുന്നു? നമ്മുടെ ഇന്ത്യ, നമ്മുടെ റഷ്യയിൽ നിന്നായിരുന്നു, USSRൽ നിന്നായിരുന്നു കടമെടുത്തത്. അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. ദെൻ അടുത്ത നമ്മൾ ആ ചാപ്റ്ററിൽ നിന്ന് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ചോദ്യമാണ് ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റവല്യൂഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ ഹരിത വിപ്ലവം നമ്മുടെ MS സ്വാമിനാഥനാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഹരിത വിപ്ലവം എന്തായിരുന്നു, സവിശേഷത എന്തായിരുന്നു എന്ന് മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പഠിക്കണം. എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗുണവശങ്ങൾ എന്തായിരുന്നു, ദോഷങ്ങൾ എന്തായിരുന്നു എന്നുള്ളതും കൂടി പഠിക്കണം. അത് എടുത്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, ആ ഒരു ചാപ്റ്ററിൻ്റെ അവസാനത്ത് തന്നെ കുറച്ച് 1 വേർഡ് കൂടിയുണ്ട്. അതായത് നമ്മുടെ ഓപ്പറേഷൻ ഫ്ലഡ് എന്നറിയപ്പെടുന്ന ഏതാണ്? ധവള വിപ്ലവമാണ്. വൈറ്റ് റവല്യൂഷനാണ് ധവള വിപ്ലവം അല്ലേ. നമ്മുടെ പാലിൻ്റെ ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ധവള വിപ്ലവം. അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡ് എന്നാണ് ധവള വിപ്ലവം അറിയപ്പെടുന്നത്. അപ്പോൾ അത് കൺഫ്യൂസിങ് ആണ്. ഫ്ലഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കും. പക്ഷേ ധവള വിപ്ലവമാണ് ഓപ്പറേഷൻ ഫ്ലഡ്, ധവള വിപ്ലവം. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ പാൽക്കാരൻ അഥവാ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരായിരുന്നു? വർഗീസ് കുര്യൻ ആയിരുന്നു. നമ്മുടെ ധവള വിപ്ലവം അഥവാ വൈറ്റ് റവല്യൂഷൻ്റെ ഉപജ്ഞാതാവാണ്, അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന ആളാണ് വർഗീസ് കുര്യൻ എന്ന് പറയുന്നത്. അപ്പോൾ വർഗീസ് കുര്യനാണ് ഇന്ത്യയുടെ പാൽക്കാരൻ അഥവാ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ. ഇത് രണ്ടും 1 വേർഡ്സ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇനി നമ്മുടെ 3ാമത്തെ പാഠത്തിൽ നിന്ന് നമുക്ക് ചോദിക്കുന്ന ഒരു 3 മാർക്കിൻ്റെ ചോദ്യമാണ് നെഹ്റുവിൻ്റെ വിദേശ നയത്തിൻ്റെ 3 ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. അതായത് നമ്മുടെ നെഹ്റുവാണ് നമ്മുടെ ഇന്ത്യയുടെ ഫോറിൻ പോളിസി കൊണ്ടുവരുന്നത്, വിദേശ നയം. അതിൻ്റെ 3 ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് എന്തായിരുന്നു എന്നുള്ളത് 3 മാർക്കിന് ലെവലിൽ 3 പോയിൻ്റാണ്. അത് പഠിച്ചു വെച്ചാൽ മതി. then അടുത്ത ഒരു 1 വേർഡാണ് അതിൽ നിന്നുള്ള എന്താണ്, നമ്മുടെ നാം രൂപീകരിക്കപ്പെട്ടത് ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് എന്ന് പറയുമ്പോൾ ചേരിചേരാ നയം, ഓക്കെ, അഥവാ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്, ചേരിചേരാ പ്രസ്ഥാനം അല്ലേ. ഇത് രൂപീകരിക്കപ്പെട്ട ഏത് സമ്മേളനമായിരുന്നു? ബെൽഗ്രേഡ് സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. ബെൽഗ്രേഡ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് അത് രൂപീകരിക്കപ്പെട്ടത്. അത് പഠിച്ചു വയ്ക്കുക, 1 വേർഡാണ്. ഇനി അതുപോലെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 എസ്സേകളുണ്ട്. ഒന്നാമത്തെയാണ് 1962 ഇന്ത്യ ചൈന യുദ്ധം. ഓക്കെ, അതിൻ്റെ കാരണങ്ങൾ എന്തായിരുന്നു, അതിൻ്റെ ഫലങ്ങൾ എന്തായിരുന്നു, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണേ. 8 മാർക്കിന് ചോദിക്കുന്നതാണ്. 1962 ഇന്ത്യ ചൈന യുദ്ധം എന്താണ്, കോൺഫ്ലിക്റ്റ് എന്തായിരുന്നു എന്നുള്ളത് ചോദിക്കും. ഇനി അതുപോലെ തന്നെ നമ്മുടെ 1965 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും SIക്ക് ചോദിക്കാറുണ്ട്. 65 എന്ന് പറയുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ റിലേറ്റ് ചെയ്ത് വന്നതായിരുന്നു കറക്റ്റായിട്ട്. പക്ഷേ 71 എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുണ്ടായ ഒരു കോൺഫ്ലിക്റ്റ് ആയിരുന്നു 71 എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും നിങ്ങൾ പഠിച്ചിട്ട് പോകണം, SI ആണ്. ദെൻ അടുത്ത ആ ഒരു ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ് ഇന്ത്യയുടെ ആണവ നയത്തെക്കുറിച്ചിട്ട് എഴുതാൻ. ഇതൊരു 4-5 മാർക്കിനൊക്കെ എഴുതും, അല്ലെങ്കിൽ 3 മാർക്ക്. ഈ ഒരു ഷോർട്ട് എസ്സേ ലെവലിൽ വരുന്നതാണ് ഇന്ത്യയുടെ ആണവ നയം അഥവാ ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസി കൊണ്ടുവരുന്നതും ജവഹർലാൽ നെഹ്റു തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആണവ നയം. പക്ഷെ അത് എഴുതുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു പോയിൻ്റാണ്, നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയ സ്ഥലം എവിടെയായിരുന്നു? രാജസ്ഥാനിലെ പൊഖ്രാനിലായിരുന്നു. അതിൻ്റെ സീക്രട്ട് നെയിം എന്തായിരുന്നു? ആ ഒരു ആദ്യത്തെ പരീക്ഷണത്തിൻ്റെ കോഡ് നെയിം എന്തായിരുന്നു? ബുദ്ധൻ ചിരിക്കുന്നു അഥവാ ബുദ്ധ സ്മൈൽസ് എന്നുള്ളതായിരുന്നു. അത് നിങ്ങൾ പഠിച്ചിട്ട് വെക്കണം കേട്ടോ. അത് ചിലപ്പോൾ 1 വേർഡായിട്ടും ചോദിക്കാറുണ്ട്.
ഇനി അടുത്ത് നമ്മുടെ 5ാമത്തെ ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ 1967 4ാം പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു എന്ന് ചോദിക്കാറുണ്ട്. ഷോർട്ട് എസ്സേ ആണത്. 67 4ാം ഇലക്ഷൻ വരുന്ന 4ാമത്തെ. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം വളരെ പരിതാപകരമായിരുന്നു. ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഓഫ് ദ 4th ജനറൽ ഇലക്ഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അപ്പോൾ ആ കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാം. ഇനി ആ ഒരു 5ാമത്തെ പാഠത്തിൽ നിന്ന് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു വേർഡാണ് നോൺ കോൺഗ്രസിസം എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത് ആരായിരുന്നു? റാം മനോഹർ ലോഹിയായിരുന്നു നോൺ കോൺഗ്രസിസം എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്. അഥവാ കോൺഗ്രസ് ഇതര മുദ്രാവാക്യം കൊണ്ടുവന്ന ആരാണ്? റാം മനോഹർ ലോഹ്യ. നോൺ കോൺഗ്രസിസം റാം മനോഹർ ലോഹ്യ. 1 മാർക്കാണ് ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ഇനി നമ്മുടെ ഇന്ദിരാഗാന്ധിയും സിൻഡിക്കേറ്റും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നുള്ള ലെവലിൽ ഒരു 4 മാർക്ക് 5 മാർക്ക് ലെവലിൽ ചോദിക്കാറുണ്ട്. സിൻഡിക്കേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കോൺഗ്രസിൻ്റെ എന്താ പറയുക മുതിർന്ന ലീഡേഴ്സ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു അസോസിയേഷനാണ് ഈ സിൻഡിക്കേറ്റ്. അപ്പോൾ ഇന്ദിരാഗാന്ധി സിൻഡിക്കേറ്റ് തമ്മിൽ കുറച്ച് ക്ലാഷസ് ഉണ്ടായിരുന്നു. അതെന്താണെന്നുള്ളത് പഠിച്ചിട്ട് പോവാം. ഇനി ആ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു ചോദ്യമാണ് 1969 അത് 9 കേട്ടോ. 1969 രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്. ഓക്കെ, 69 പ്രസിഡൻഷ്യൽ ഇലക്ഷൻ എന്തായിരുന്നു എന്നുള്ളത് പഠിച്ചിട്ട് പോകണം. അതെന്ന് പറയുമ്പോൾ എന്തായിരുന്നു അത് നിങ്ങൾ പഠിക്കുമ്പോൾ ഫസ്റ്റ് അതിൻ്റെ തുടക്കം മുതൽ ലാസ്റ്റ് നമ്മുടെ കോൺഗ്രസ് പാർട്ടി 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, വിഭജിക്കുന്നുണ്ട്. കോൺഗ്രസ് R എന്നും കോൺഗ്രസ് O എന്നും പറഞ്ഞിട്ട്. കോൺഗ്രസ് R ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ളതാണ്. കോൺഗ്രസ് O എന്ന് പറയുന്നത് സിൻഡിക്കേറ്റിൻ്റെ നേതൃത്വത്തിലുള്ളതാണ്. അപ്പോൾ അത് രണ്ടും ആ ഒരു കോൺഗ്രസ് പാർട്ടി സ്പ്ലിറ്റ് ചെയ്യുന്നവരെ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. അത് അതുവരെ നിങ്ങൾ എഴുതിയാലേ സ്പ്ലിറ്റ് ആവുന്നവരെ എഴുതിയാലേ അവിടെ മാർക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് പഠിച്ചിട്ട് പോകണം. 69 ഇയർ കൂടി ഓർക്കണം. ഇയർ വെച്ച് തന്നെയാണ് ചോദ്യം ചോദിക്കുന്നത്. ഓക്കെ, അടുത്ത് ഇനി ആ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും 3 വൺ വേർഡുകളുണ്ട്. ഓക്കെ, കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു വൺ വേർഡാണ്. പക്ഷേ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദിരാ ഹടാവോ എന്ന് പറയുന്ന ഒരു സ്ലോഗൻ അഥവാ മുദ്രാവാക്യം കൊണ്ടുവന്നതാണ് ഗ്രാൻഡ് അലയൻസ് എന്ന് പറയുന്ന പാർട്ടി. അതായത് എന്താണെന്ന് പറയുക, ഗ്രാൻഡ് അലയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ എല്ലാ ശത്രുക്കളും ചേർന്നിട്ടുണ്ടായ ഒരു പാർട്ടിയാണ് ഗ്രാൻഡ് അലയൻസ്. അപ്പോൾ ഗ്രാൻഡ് അലയൻസ് പറഞ്ഞതാണ് ഇന്ദിരാഗാന്ധിയെ ഹടാവോ എന്ന് വെച്ചാൽ ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ദിരാ ഹടാവോ എന്ന് പറയുന്ന ആരുടേതാണ്? ഗ്രാൻഡ് അലയൻസിൻ്റെ മുദ്രാവാക്യമാണ്. സെറ്റാണല്ലോ. ഇനി അതുപോലെ ഗരീബി ഹടാവോ എന്ന് പറയുന്ന മുദ്രാവാക്യം കൊണ്ടുവന്നവരാണ് ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, അപ്പോൾ അത് ഗ്രാൻഡ് അലയൻസ് ഇന്ദിരാ ഹടാവോ ഇന്ദിരയെ ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇന്ദിരാഗാന്ധി അവിടെ നിന്ന് തിരിച്ചങ്ങോട്ട് എന്ത് പറഞ്ഞത്? ഗരീബി ഹടാവോ, നമ്മുടെ ദാരിദ്ര്യത്തെയാണ് അവിടെ ഒഴിവാക്കേണ്ടത് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹടാവോ എന്ന് പറയുന്നത്. അത് ഓക്കെ ആണല്ലോ. ഇനി ജയ് ജവാൻ ജയ് കിസാൻ, ഞാനത് എഴുതാൻ മറന്നുപോയതാണ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്ന മുദ്രാവാക്യം അത് ആരുടേതായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രിയുടേതായിരുന്നു ജയ് ജവാൻ ജയ് കിസാൻ. ഇതൊക്കെ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്ന ആരുടേതായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മുദ്രാവാക്യമായിരുന്നു ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് 3 വൺ വേർഡ്സിന് പഠിച്ചു വെച്ചേക്കാം. ഇനി നമ്മുടെ അടുത്ത 6ാമത്തെ പാഠത്തിലോട്ട് പോവുകയാണ്. 6ാമത്തെ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് അടിയന്തരാവസ്ഥ. ഓക്കെ, അടിയന്തരാവസ്ഥയുടെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരുന്നു? 8 മാർക്കിന് എസ്സേ ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, അതായത് എമർജൻസി അതിൻ്റെ കോസസും കോൺസിക്വൻസസും പഠിച്ചു വെക്കുക. എമർജൻസിയുടെ കാരണങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. നമ്മുടെ 6ാമത്തെ പാഠത്തിൽ നിന്ന് തന്നെ വരുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ എമർജൻസി ടോപ്പിക്കിനകത്ത് വരുന്നൊരു വൺ വേർഡാണ് സമ്പൂർണ്ണ വിപ്ലവം അഥവാ ടോട്ടൽ റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നത് ആരായിരുന്നു? ജയപ്രകാശ് നാരായണായിരുന്നു കേട്ടോ. നമ്മുടെ എമർജൻസിയുടെ അടിയന്തരാവസ്ഥയുടെ കാരണങ്ങൾ പഠിക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾ പഠിക്കുന്ന ഒരു ടേമാണിത്, സമ്പൂർണ്ണ വിപ്ലവം അഥവാ ടോട്ടൽ റവല്യൂഷൻ. ആരാണ്? ജയപ്രകാശ് നാരായൺ. ഇത് വൺ വേർഡിനും ചോദിക്കുന്നുണ്ട്. ദെൻ അടുത്തതുപോലെ തന്നെ നമ്മുടെ ആ ചാപ്റ്ററിൻ്റെ അവസാനം പഠിക്കുന്നതാണ് അടിയന്തരാവസ്ഥയുടെ പാഠങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. ഒരു 3 പോയിൻ്റാണ് വരുന്നത്. അതൊരു 3 മാർക്കിനൊക്കെ ചോദിക്കാം. അടിയന്തരാവസ്ഥയുടെ ലെസൺസ് അഥവാ പാഠങ്ങൾ, ലെസൺസ് ഓഫ് എമർജൻസി ആണ്. ഓക്കെ, അത് പഠിച്ചു വെക്കുക. ദെൻ അടുത്ത് നമ്മുടെ ആ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ജനതാ ഗവൺമെൻറ്റിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ. നമുക്കറിയാം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസിൻ്റെ ആധിപത്യം എല്ലാം തകർന്നിട്ട് അവിടെ ജനതാ ഗവൺമെൻറ്റാണ് അടുത്ത അധികാരത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ജനതാ ഗവൺമെൻറ് പക്ഷേ കുറച്ച് കാരണങ്ങളായിട്ട് പെട്ടെന്ന് തന്നെ തകർന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. ജനതാ ഗവൺമെൻറ് തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ അത് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി 6ാമത്തെ പാഠത്തിൽ നിന്ന് ചോദിക്കുന്ന 2 ഇമ്പോർട്ടൻറ്റ് വൺ വേർഡുകൾ കൂടിയുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി അത് മൊറാർജി ദേശായിയാണ്. എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ, നമുക്കറിയാം നമ്മുടെ അടിയന്തരാവസ്ഥ വരേക്കും കോൺഗ്രസ് പാർട്ടി തന്നെയായിരുന്നു അധികാരത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു എമർജൻസി അഥവാ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമായിരുന്നു കോൺഗ്രസ് അല്ലാണ്ട് വേറൊരു പ്രധാനമന്ത്രി വരുന്നതും വേറൊരു പാർട്ടിയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഭരണത്തിന് വേണ്ടിയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ആദ്യത്തെ കോൺഗ്രസ് ഇതര. കോൺഗ്രസ് അല്ലാത്ത എന്നാണ് കോൺഗ്രസ് ഇതര എന്ന് പറയുമ്പോൾ. കോൺഗ്രസ് ഇതര
പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു. ഇനി അതുപോലെ തന്നെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പാർട്ടി, ഞാൻ മുകളിലോട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ, കാണുന്നുണ്ടോ എന്തോ, കാണുന്നില്ല അല്ലേ? അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യ കോൺഗ്രസ് ഇതര പാർട്ടി ഏതായിരുന്നു? ജനതാ ഗവൺമെൻറ് ആണ്. ഓക്കെ, ജനതാ ഗവൺമെൻറ് ഹെഡാണ് നമ്മുടെ മൊറാർജി ദേശായി. നിങ്ങൾക്ക് ക്ലിയർ ആയോടാ? അതായത് ആദ്യത്തെ കോൺഗ്രസ് ഇതര പാർട്ടി ഏതാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ഇതര ഗവൺമെൻറ് ഏതായിരുന്നു? അത് ജനതാ ഗവൺമെൻറ് ആണ് കേട്ടോ. ഇനി ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി ആണ്. ഓക്കെ, നമ്മുടെ ഇംഗ്ലീഷിൽ ഇതെങ്ങനെ ചോദിക്കുമെന്ന് അറിയാവോ? ഫസ്റ്റ് നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു എന്ന് ചോദിക്കും. നോൺ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ എന്താ? കോൺഗ്രസ്സുകാരനല്ലാത്ത പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? മൊറാർജി ദേശായി. അതുപോലെ പാർട്ടി ആണെങ്കിൽ ഫസ്റ്റ് നോൺ കോൺഗ്രസ് പാർട്ടി ഏതാണ്? ജനതാ ഗവൺമെൻറ് ആണ്. ക്ലിയർ ആണെന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ 7ാമത്തെ പാഠത്തിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ചിപ്കോ പ്രസ്ഥാനം ലീഡേഴ്സ്. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? എളുപ്പമാണ്, പക്ഷേ അത് ചിലപ്പോൾ ഷോർട്ടസേക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വൺ വേർഡിന് അതിൻ്റെ ലീഡേഴ്സ് മാത്രമായിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും അത് പഠിച്ചു വെക്കണം. ചിപ്കോ പ്രസ്ഥാനം വളരെ എളുപ്പമല്ലേ? നമ്മുടെ സുന്ദർലാൽ ബഹുഗുണയും ശാന്തി പ്രസാദ് ഫട്ടോക്കെയാണ് അതിൻ്റെ ലീഡേഴ്സ്. ഓക്കെ, അപ്പോൾ ചിപ്കോ പ്രസ്ഥാനം ലീഡേഴ്സ് പഠിച്ചു വെക്കാം. ദെൻ അടുത്ത് ദളിത് പാന്തേഴ്സ് അത് നമുക്ക് 5 മാർക്കിനൊക്കെ ചോദിക്കും. ദളിത് പാന്തേഴ്സ് എന്താണ്? അപ്പോൾ ദളിതർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. അതെന്താണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം കേട്ടോ, ദളിത് പാന്തേഴ്സ്. അതുപോലെ 5 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ് ചാരായ വിരുദ്ധ പ്രസ്ഥാനം അഥവാ ആൻറ്റി അരാക്ക് മൂവ്മെൻറ്റ്. ഇതിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവും കേട്ടോ, പക്ഷേ ഇതൊക്കെ മാറി മാറി ചോദിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ എല്ലാം ഉൾപ്പെടുത്തിയത്. ചാരായ വിരുദ്ധ പ്രസ്ഥാനം അഥവാ ആൻറ്റി അരാക്ക് മൂവ്മെൻറ്റ്. നമുക്കറിയാം, നമ്മുടെ സ്ത്രീകളെല്ലാവരും കൂടി ചേർന്നിട്ട് ആൾക്കഹോളിസത്തിനെതിരെ നടത്തിയൊരു പ്രസ്ഥാനമായിരുന്നു ആൻറ്റി അരാക്ക് മൂവ്മെൻറ്റ്. ചാരായ വിരുദ്ധമാണല്ലോ. അപ്പോൾ അതും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വയ്ക്കാം. ഇനി ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാനം നിങ്ങൾ പഠിക്കുന്നതാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ അല്ലേ? അത് എസ്സേ ആണ്. 8 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ പഠിച്ച ടൈമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു എസ്സേ ആയിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളൻ. നല്ല ഈസി അല്ല, നമ്മളിങ്ങനെ കുറേയൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്ന സംഭവമാണ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ നമ്മുടെ സർദാർ സരോവർ പ്രോജക്റ്റൊക്കെ ബേസ് ചെയ്ത് വരുന്നതാണ്. മേധാ പട്കറിൻ്റെതാണ്. അതൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കാം. ഇനി ഈ 7ാമത്തെ പാഠത്തിൽ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ അധികം ചോദ്യങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തും എസ്സേ ആക്കിയിട്ടൊക്കെ നമുക്ക് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ലീഡേഴ്സ് ബേസ് ചെയ്ത് വൺ വേർഡ് സെക്ഷനിലും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ അവർ ചോദിക്കും, എല്ലാം ചോദിക്കാറുണ്ട്. അതാണ് അവിടുത്തെ കാര്യം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ചിപ്കോ പ്രസ്ഥാനമായാലും ഇപ്പോൾ ദളിത് പാന്തേഴ്സ് ആയാലും ചിലപ്പോൾ ചോദിക്കുന്നത് അത് എവിടെ തുടങ്ങിയെന്ന് മാത്രമായിരിക്കും വൺ വേർഡിന് ചോദിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് എസ്സേക്കും ഷോർട്ട് എസ്സേ ലെവലും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയൊക്കെ പോയാലും ഇത് ചോദിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ ഇത്രയെങ്കിലും നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോവേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ഓരോ മൂവ്മെൻറ്റും എവിടെ തുടങ്ങി, ഏത് സംസ്ഥാനത്താണ് ഇത് ഒറിജിൻ ചെയ്തത്, അതിൻ്റെ ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു, അത് രണ്ടും നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇപ്പോൾ ചാരായ വിരുദ്ധ പ്രസ്ഥാനമെല്ലാം ഇത് എവിടെ തുടങ്ങിയെന്നും അത് ആരൊക്കെ നയിച്ചു എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകണം. ഈ 7ാമത്തെ പാഠത്തിൽ നമ്മൾ പ്രധാനമായിട്ട് 7 മൂവ്മെൻറ്റ്സ് പഠിക്കുന്നുണ്ട്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എവിടെ തുടങ്ങി, ആര് കൊണ്ടുപോയി, അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ലീഡേഴ്സും അതിൻ്റെ ഒറിജിൻ പ്ലേസും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അതൊക്കെ വൺ വേർഡായിട്ടും ചോദിക്കുക, അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ലെവലിലൊക്കെ ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് മാക്സിമം കവർ ചെയ്യാൻ തന്നെ ശ്രമിക്കണം. ഓക്കേടാ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 7 പാഠങ്ങളിൽ നിന്നും കുറേ വർഷങ്ങളിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തതെന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മാക്സിമം പറ്റുന്ന അത്രയും പഠിച്ചിട്ട് പോകണം. വൺ വേർഡ്സും എല്ലാം കൂടി പറഞ്ഞപ്പോൾ എല്ലാം കൂടി ഒന്ന് ലെന്തി ആയിട്ടുണ്ട് വീഡിയോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഞാൻ ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഇതിൽ ഞാനിപ്പം എഴുതാതെ വിട്ട കാര്യങ്ങളെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പോയിൻ്റ് എല്ലാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓർത്ത് നിങ്ങൾ തപ്പിയെടുത്ത് പഠിച്ചിട്ട് തന്നെ പോകണം. ഓക്കെ, പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളെ ടെക്സ്റ്റ് മാക്സിമം കവർ ചെയ്ത് വായിച്ചിട്ട് പോകാൻ പറ്റുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷേ എങ്കിലും നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ചോദ്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തത് കേട്ടോ. എങ്കിലും ഇത് മാത്രം പഠിച്ചാൽ മതിയെന്നല്ല, മാക്സിമം പറ്റുന്നിടത്തോളം എല്ലാം വായിച്ചിട്ടൊക്കെ തന്നെ പോകണം. പക്ഷേ ഈ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്ത ചോദ്യങ്ങൾ ഒരിക്കലും പഠിക്കാണ്ട് പോകരുത്. ഓക്കെ, ഇത് പഠിച്ചിട്ട് വേണം ബാക്കിയുള്ളതെല്ലാം കൂടി കവർ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്യാൻ ഒന്ന് ഓർക്കണേ. ഒരാൾക്ക് കൂടിയെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവർക്കും പഠിക്കണമല്ലോ. അപ്പോൾ എല്ലാവരും അതിനുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. താങ്ക് യു.